ഷഫീർ, ഈ റോസമ്മ എന്ന സ്ത്രീ ഐഷയുടെ, അതായത് കാണാതായ ഐഷയുടെ വീടിന്റെ ഒപ്പമുണ്ട്, അടുത്തുണ്ടായിരുന്നതാണ്, അവരുടെ അയൽവാസിയാണ്, ഒരു പരിധിവരെ അവരുടെ സുഹൃത്താണെന്ന് പറയാം. പക്ഷേ റോസമ്മ എൻകൗണ്ടറിൽ തന്നെ അവർ ഒരു ദിവസം അതിഥിയായി എത്തിയപ്പോൾ പറഞ്ഞത് ഐഷയെ പരിചയമുണ്ട് എന്നതിനപ്പുറത്ത് ഈ സെബാസ്റ്റ്യൻ ഒരിക്കൽ വിവാഹം ആലോചിച്ചെത്തി എന്നതിനപ്പുറത്ത് സെബാസ്റ്റ്യനുമായി ഒരു കൂട്ടുകച്ചവടമില്ല, ഒരു ഇടപാടും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ റോസമ്മ അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നതല്ലേ ഈ അന്വേഷണം ഇപ്പോൾ റോസമ്മയുടെ വീട്ടിലേക്ക് കൂടി പരിശോധന നീളുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്? റോസമ്മയ്ക്ക് സെബാസ്റ്റ്യനുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഒരു മുൻ പെൺസുഹൃത്ത് ആയി റോസമ്മയെ കാണുന്നുണ്ടോ അന്വേഷണ സംഘം? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൽ റഡാർ ഉപയോഗിച്ച് നടത്താൻ പോകുന്ന പരിശോധന അത് നിർണായകമാകും എന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ടാകും, അല്ലേ ഷഫീർ? ജിക്ക് നിലവിലിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ ഈ റോസമ്മയുടെ വീടിന്റെ ഈ പരിസരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അന്വേഷണത്തെ സംബന്ധിച്ചോളം നിർണായകമായ ഒരു നീക്കമായി നമുക്കിതിനെ കാണാനും കഴിയും. കാരണം രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഇടത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സ്വാഭാവികമായും ഈ വീടിന്റെ പരിസരത്തേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥനടക്കം റോസമ്മയുടെ വീടിന്റെ ഭാഗത്തേക്ക് കയറിപ്പോകുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ റോസമ്മയോട് സംസാരിക്കുമായിരിക്കാം, അവരെ ചോദ്യം ചെയ്യുമായിരിക്കാം, അവരുടെ മൊഴി രേഖപ്പെടുത്തുമായിരിക്കാം. അങ്ങനെ പല നിർണായക നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും റോസമ്മയുടെ വീടിന്റെ അകത്തേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. അന്വേഷണ സംഘം റോസമ്മയുമായി ബന്ധപ്പെടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായും നിർണായക നീക്കമാണ്. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരൊറ്റ പേരിൽ നിന്നും മറ്റു പേരുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ ശേഷമായിരിക്കും ആ രീതിയിലേക്ക് അന്വേഷണ സംഘം പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. റോസമ്മയുടെ വീടിന്റെ മുൻപിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ റോസമ്മയുടെ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. സ്വാഭാവികമായും അവരിൽ നിന്ന് വിവരശേഖരണം നടത്തും. ഇനി ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, നിലവിലിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇറങ്ങി വരികയാണ്. തൊട്ട് വലതുവശത്ത് കാണുന്ന ഈ കെട്ടിടത്തെ സംബന്ധിച്ചാണ്. രഞ്ജിത്ത്, ആ വിഷ്വൽ ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്തെ ഈ പറമ്പ് കേന്ദ്രീകരിച്ച് അതാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘത്തിന് സംശയമുള്ളൊരു കാര്യം. സ്വാഭാവികമായും അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടക്കുക. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഈ കോഴിഫാം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ അവിടെ പിന്നീട് കോഴിഫാം പ്രവർത്തിച്ചിട്ടില്ല. ആ കോഴിഫാമിന്റെ ഭാഗത്തേക്ക് അന്വേഷണ സംഘം കയറിപ്പോകുന്ന നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ കാണുന്ന കോഴിഫാം ഇതിന്റെ തറയടക്കം പരിശോധിക്കാനാണ് ഇപ്പോൾ ഗ്രൗണ്ട് പെനട്രേഷൻ റഡാർ സംവിധാനം കൊണ്ട് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ, ആരെങ്കിലും ആ രീതിയിൽ മറവ് ചെയ്തിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുക. ഇപ്പോൾ അത് റോസമ്മയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ രഞ്ജിത്ത്, റോസമ്മ കൂടി ഇതിന്റെ അങ്ങോട്ടേക്ക് വീട്ടിൽ നിന്ന് റോസമ്മ കൂടി ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതും നിർണായകമാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോസമ്മയോട് നമ്മൾ സംസാരിച്ചപ്പോൾ റോസമ്മ സംസാരിച്ചിരുന്നു. ചില ഇടപാടുകൾ നടത്തിയതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതായിരുന്നു റോസമ്മ പറഞ്ഞത്. പക്ഷേ പോലീസിന് ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അന്വേഷണ സംഘം ഇപ്പോൾ ഈ കോഴി ഫാമിന്റെ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഇതിന്റെ തറയടക്കം പരിശോധിക്കുകയാണ് ലക്ഷ്യം വെക്കുന്ന കാര്യം. ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് കോഴിഫാം എന്ന വ്യാജനി ഇതിന്റെ പ്രവർത്തനം തുടങ്ങി. പക്ഷേ അവിടെ പിന്നീട് പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.